വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ ലൈഫ് വ്ലോഗായിട്ടാണ്. എൻ്റെ പുതിയ ഓഫീസിലെ ട്രെയിനിങ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഡ്യൂട്ടി ഉള്ള ദിവസത്തെ വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൾറെഡി ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം എങ്ങനെയാണ് ഹോസ്റ്റൽ ലൈഫൊക്കെ എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അത് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റാലുള്ള ഫസ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് തട്ടി വിരിക്കുക, എന്നിട്ട് ഫോൺ ചാർജിൽ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ തട്ടി വിരിച്ച് ഫോൺ ചാർജിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇനി വേഗം തന്നെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവാണ്. ഫ്രഷ് ആവുക മീൻസ് പല്ല് തേക്കലും ഫേസ് വാഷ് ഇടലും മാത്രമേ നടക്കുള്ളൂ. കാരണം അതിന് മുമ്പേ നമ്മളെ ബാത്റൂമിൽ ക്യൂ ആയിരിക്കും ആളുകൾ. ഇങ്ങനെ ടോക്കൺ എടുക്കണ പോലെ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അടുത്തത് ഞാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എണീറ്റ് അപ്പം തന്നെ കുളിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഞാനിത് എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ഇതാ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്, എൻ്റെ ടോക്കൻ ആവണതെന്ന് നോക്കിയിട്ട് ബാത്റൂമിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞാൻ ഫ്രഷൊക്കെ ആയി വന്ന് അപ്പോഴേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവും കടലക്കറിയുമാണ്. ഇതെന്ത് കോമ്പിനേഷനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ മഞ്ഞ കളറിലുള്ള ഉപ്പുമാവ് കഴിക്കണത് തന്നെ. പിന്നെ കടലക്കറി ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കണതും ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കണവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ലഞ്ചിന് ഇന്ന് ചോറും മോരുകറിയും പിന്നെ മുട്ടയായിരുന്നു. പിന്നെ നമ്മൾ അച്ചാറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി എടുത്ത് നമ്മൾ ഡ്രസ്സൊക്കെ മാറി. നമ്മളെ ഹോസ്റ്റലിൽ സത്യം പറഞ്ഞാൽ 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമ്മളെ ഓഫീസിലേക്ക്, അത്രയും അടുത്താണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആ ഹോസ്റ്റലിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ റൂംമേറ്റ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവരാണ് എൻ്റെ കട്ട കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ ആർദ്ര, പിന്നെ മുസ്ന, അജിനി, ശ്രേയ, ഹീബ, ഇവരൊക്കെയാണ് എൻ്റെ കൂടെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഞങ്ങൾ എല്ലാ ദിവസവും ഇതേപോലെ ഒരുമിച്ചാണ് പോവുക. വരാറിങ്ങനെ ഒരുമിച്ചിട്ടല്ല കേട്ടോ. അപ്പോൾ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ്, വരുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ ടൈമിലായിട്ടായിട്ട് കേട്ടോ വരിക. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കൂടെ നേരെ നമ്മളെ മാളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പഞ്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫോണും ബാഗും എല്ലാം നമ്മൾ അവിടെ ലോക്കറിൽ വെച്ചിട്ട് നമ്മൾ ബുക്കും പേനയും വെള്ളവും മാത്രം എടുത്തിട്ട് വേണം കേട്ടോ ഓഫീസിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഓഫീസിൽ കയറി പിന്നെ 11 മണിക്ക് നമുക്കൊരു ടീ ബ്രേക്ക് ഉണ്ടാവും. നമുക്കിഷ്ടമുള്ളത് ഏത് ചായ വേണമെങ്കിലും കഴിക്കാം. നമ്മളെ പാൽ ചായ ഉണ്ടാവും, കട്ടൻ ചായ ഉണ്ടാവും, കോഫി ഉണ്ടാവും, കട്ടൻ കാപ്പി ഉണ്ടാവും. നമുക്ക് ഏതാണോ വേണ്ടത് അത് കഴിക്കാം കേട്ടോ. അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ 1 മണി 1:30 ആകുമ്പോൾ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു ലഞ്ച് ബ്രേക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അങ്ങനെ ലഞ്ച് ബ്രേക്കിന് ഇറങ്ങുമ്പം ഞാൻ നിസ്കരിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പം ഞാനിതാ നിസ്കാര റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ അവിടെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങിൽ 6 മണിയാകുമ്പം നമ്മളെ ഡ്യൂട്ടി ടൈം കഴിയും. 6 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ടാണ് പോവുക. അപ്പോൾ നമ്മളെ കൂടെയുള്ള ബാക്കി ഫ്രണ്ട്സൊക്കെ ഹോസ്റ്റലിലേക്ക് പോകും. നമ്മൾ പിന്നെ നിസ്കരിച്ചിട്ട് ഇവിടുന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് മോസിനെയും കൂടെ നമ്മൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ ഹോസ്റ്റലിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഇനി നേരെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. നമ്മൾ ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ ഇറങ്ങുമ്പോഴേക്കും എന്തായാലും 6:30 6:45 ആ സമയമാവും കേട്ടോ. അപ്പോൾ നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാലും ഇതേപോലെ ബാത്റൂമിന് വേണ്ടിയിട്ട് നല്ല അടിയാണ് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ 10 പേർക്ക് ആകെ ഒരു ടോയ്ലറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണോ എത്തുന്നത് അവരാണ് ആദ്യം കുളിക്കുക. പിന്നെ ഓരോരുത്തർ വരുന്നതിനനുസരിച്ചിട്ടാണ് കേട്ടോ. എന്നാലും ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമായിട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാവരും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഫ്രഷ് ആവലാണ് കേട്ടോ. അങ്ങനെ അവരൊക്കെ ഫ്രഷ് ആകുമ്പോഴേക്ക് ഞാനിത് അലക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനി അലക്കി ഇനി നമ്മൾ അയലിലിടാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് അയലിൽ ഡ്രസ്സ് ഇട്ടിട്ട് ഓൾറെഡി അയലിൽ ഉണങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് നല്ലോണം ഫോൾഡ് ചെയ്തിട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് വേണം തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ അയലിൽ നിന്ന് എടുത്തിട്ട് ഉണങ്ങിയതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഫോൾഡ് ചെയ്തിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നമ്മളെ കമ്പനിയിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, നല്ല റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പനീൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊന്നും അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാതിരുന്നത്. പിന്നെ മെയിനായിട്ട് അവിടെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളെ ഒന്നും കാണിക്കാനായിട്ടില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാനിതാ നമ്മളെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
ഇനി ഫ്രഷായി കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഡിന്നറിന് ചോറാണ്. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ നമ്മൾ ഡിന്നർ എടുക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ആദ്യം തന്നെ വെള്ളം ബോട്ടിൽ നിറച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചോറും മീൻ കറിയും മീൻ വറുത്തതും പിന്നെ ഉപ്പേരിയുമാണുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പോകണം. നമ്മളെ ഹോസ്റ്റലിൽ എല്ലാ ദിവസവും അങ്ങനെ മോശം ഫുഡൊന്നുമല്ല, ചില സമയങ്ങളിൽ ഇതേപോലെ നല്ല ഫുഡും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അതുപോലെ നല്ല ഡിന്നർ കിട്ടിയൊരു ദിവസമായിരുന്നു. മീൻ ഫ്രൈ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നല്ല ആസ്വദിച്ച് ഫുഡ് കഴിച്ച് അങ്ങനെ പിന്നെ നമ്മൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കൽ പതിവാണ്. അപ്പോൾ ഇന്നിതാ നുറുക്കാണ് കഴിക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സൊറ പറഞ്ഞ് നമ്മളിതാ സ്നാക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ മെല്ലെ എല്ലാവരും കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വേഗം തന്നെ ഉറങ്ങും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓരോ ദിവസങ്ങളിലും ഉണ്ടാകുന്ന വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്താണ് ഫോൺ ശ്രദ്ധിച്ചത്. ഫോൺ ഏകദേശം കുറച്ച് ശ്വാസം മുട്ടും ചുമയൊക്കെ വന്ന സ്ഥിതിയിലായിട്ടുണ്ട്. ഏകദേശം ഒരു ICUവിൽ കയറ്റാനുള്ള പാകത്തിലായിട്ടുണ്ട് ഫോണ്. വരുന്ന മെസ്സേജ് ഒന്നും എന്താണെന്ന് പോലും സത്യമായിട്ട് എനിക്ക് മനസ്സിലാവണില്ല. വോയിസൊക്കെ അയക്കാൻ നിൽക്കുകയാണെങ്കിൽ ആർക്കൊക്കെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ഞാൻ നിൽക്കുന്നിടത്തിലൊന്നല്ല മൂപ്പർ വർക്ക് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കൂടുതൽ കളിച്ച് നിൽക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നേരത്തെ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.